നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 240 സീറ്റിൽ മാത്രം BJP ഒതുങ്ങിയിട്ടും ഭരണഘടനയെ അട്ടിമറിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന കുശാഗ്ര ബുദ്ധി മാത്രമാണ് അവരുടെ പക്കൽ ഇപ്പോഴും ബാക്കി അവശേഷിക്കുന്നത്. അവർക്ക് നേരായ രീതിയിൽ ഭരിക്കണമെന്ന ആഗ്രഹമല്ല, അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ കഴിയാത്തതിലെ മനോവിഷമം അത് വീണ്ടും വീണ്ടും തികട്ടി വരുന്ന രീതിയിലാണ് അവരുടെ എല്ലാ രീതിയിലുള്ള സമീപനവും. അതിലൊന്ന് മാത്രമാണ്, അതിനെ തടയാൻ ഇന്ത്യൻ ഭരണഘടനയുടെ കാവലാളായി രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് നിൽക്കുമ്പോൾ അയാളെ ഉന്മൂലനം ചെയ്യാൻ, അയാളെ വധിക്കാൻ വേണ്ടി വരെ BJP വലിയ തോതിൽ ശ്രമങ്ങൾ നടത്തുന്നു എന്ന ആരോപണമാണ് ഏറ്റവും ഗുരുതരമായി ഇപ്പോൾ AICC ആരോപിക്കുന്നത്. BJP നേതൃത്വം രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ രീതിയിലുള്ള നീക്കമാണ് നടത്തുന്നത്. ഒരു സാധാ രാഷ്ട്രീയ വിരോധമല്ല അമിത്ഷായുടെ മനസ്സിൽ രാഹുലിനോടുള്ളത്. രാഹുൽ ഗാന്ധിയെ എങ്ങനെയും ഈ നാട്ടിൽ നിന്നും കെട്ടുകെട്ടിക്കണം, അതിനുവേണ്ടി എന്ത് രീതിയിലുള്ള കല്ല് വെച്ച നുണയും വെച്ച് കെട്ടാൻ യാതൊരു മടിയുമില്ലാത്ത ആളാണ് അമിത്ഷാ. അമിത്ഷായുടെ രാഷ്ട്രീയ ചരിത്രം നോക്കിയാൽ, അമിത്ഷാ വന്ന വഴികൾ നോക്കിയാൽ അറിയാം. കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ള വ്യക്തി, ജസ്റ്റിസ് ലോയയുടെ മരണത്തിൽ അമിത്ഷായെ സംശയിച്ചിരുന്ന നാളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ BR ഗവായിക്കെതിരെ വരെ വലിയ രീതിയിലുള്ള ഒരു ദുരുദ്ദേശം, ഗൂഢാലോചന നടക്കുന്നു എന്ന കോൺഗ്രസിന്റെ ആരോപണം കൂടി വരുമ്പോൾ അതിൽ വലിയ രീതിയിലുള്ളൊരു ഫാർ റീച്ചിങ് ഇഫക്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഈ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠത്തെയും ആ നീതിപീഠത്തിൻ്റെ കാവലാളായ ചീഫ് ജസ്റ്റിസിനെയും രാജ്യസഭയുടെ ചെയർപേഴ്സണായ ജഗദീപ് ധൻഖർ പരസ്യമായി അവഹേളിച്ചതിന് ശേഷം ഇപ്പോൾ മാപ്പ് പറയുന്ന രീതിയിലേക്ക് പോവുകയാണ്. രാജ്യസഭ ചെയർപേഴ്സണ് എന്തിൻ്റെ കേടായിരുന്നു എന്ന ചോദ്യം പലപ്പോഴായി ചോദിക്കപ്പെടുകയാണ്. അദ്ദേഹം എങ്ങനെയാണ് ഈ മന്ത്രിസഭയുടെ കാവലാളായി മാറുന്നത്? പാർലമെന്റിന്റെ കാവലാളായി മാറേണ്ടതല്ലേ? കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് വളരെ വ്യക്തവും സുതാര്യവുമായ കാര്യമാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂർ നടപടിയുമായി ഇന്ത്യ മുന്നോട്ട് പോകുമ്പോൾ വിവിധ രാജ്യങ്ങളിൽ പ്രതിനിധി സംഘത്തെ അയക്കുന്നതിൻ്റെ തലവനായി ഡോക്ടർ ശശി തരൂർ എന്ന കോൺഗ്രസ്സുകാരനെയാണ് BJP കണ്ടുപിടിച്ചത്. BJPയിൽ ഒരാൾക്കും അതിനുള്ള പാങ്ങില്ല എന്ന തിരിച്ചറിവ് നരേന്ദ്രമോദിക്കുണ്ടായതിൽ ഞങ്ങൾക്ക് വലിയ അഭിമാനമുണ്ട് എന്നുള്ളതാണ് AICC നേതൃത്വം കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എന്നാൽ രാഹുൽ ഗാന്ധിയെ കൃത്യമായി ചേരിതിരിഞ്ഞ് ആക്രമിച്ച് കോൺഗ്രസിൽ ഒരു ഡിവിഷൻ ഉണ്ടാക്കി കളയാമെന്നാണ് അമിത്ഷായുടെ വ്യാമോഹമെങ്കിൽ അത് നടക്കില്ല. മന്ത്രിസഭയിലെ കഴിവുകെട്ടവർ രാജിവെക്കുക തന്നെ ചെയ്യണം എന്ന അഭിപ്രായമാണ് കോൺഗ്രസ് വീണ്ടും വീണ്ടും ഉന്നയിക്കുന്നത്. പാർലമെന്റ് സമ്മേളനം ഉണ്ടായാൽ അമിത്ഷായ്ക്ക് ഉത്തരം പറയേണ്ടി വരും. 0 ഓവറിൽ പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാത്ത അമിത്ഷാ ഇരുട്ടിൽ തപ്പും. അത് ഒഴിവാക്കാനാണ് പാർലമെന്റ് സമ്മേളനമേ വേണ്ട എന്ന് വെക്കുന്നത്. അവിടെയാണ് ജഗദീപ് ധൻഖർ BJPക്ക് ഘടകവിരുദ്ധമായി നീങ്ങിയിരിക്കുന്നത്.